ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മല്ലു ജ്യൂസറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു അടിപൊളി നൈസായിട്ടുള്ള നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിലൊക്കെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ നമുക്ക് കടയിലുള്ളതുപോലെ അത് കിട്ടാറില്ല. നമ്മൾ പെരുന്നാളിന് അല്ലെങ്കിൽ ഓണത്തിന് അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് നമുക്ക് കടയിൽ കിട്ടുന്ന അതേപോലെ ആ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം അതേ മൊഞ്ചിലും അതേ ടേസ്റ്റിലൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പൊ ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത് കടയിൽ കിട്ടുന്ന അതേ രൂപത്തിൽ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം എങ്ങനെ നമുക്ക് വീട്ടിൽ അടിക്കാമെന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോ, അതായത് വട്ടമലയുടെ ഒരു ചെറിയ ബ്ലോഗ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള നല്ല അടിപൊളി ഒരു സ്പേസ് ആണ്. ഒരുപാട് ടീനേജേഴ്സിന്റെ ഹരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് കൂടിയാണ്. അപ്പൊ ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ MJ. അപ്പോൾ പല ടൈപ്പിലുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ട് കേട്ടോ. കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് കുറച്ച് കുറഞ്ഞ ടൈപ്പിലുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ട്. അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് എന്ന് പറയുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്, അതേപോലെ തന്നെ പ്ലം, ഇങ്ങനെ തുടങ്ങി കുറച്ച് ഹെവി ആയിട്ടുള്ള ഫ്രൂട്ടൊക്കെ ഇട്ടിട്ടാണ് ആ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാറുള്ളത്. നാച്ചുറൽ ഫ്രൂട്ട് സലാഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണയുള്ള ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ആ പൈനാപ്പിളിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 15ഓളം ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പൈനാപ്പിൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ കാണുന്ന അതേ രൂപത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്ര ചെറിയ പീസുകളാകണ്ട, എന്നാലും കുഴപ്പമില്ലാത്തൊരു മീഡിയം ടൈപ്പിലുള്ള പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക്, അത്യാവശ്യം വലിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റിക്കോളൂ, കാരണം അത്യാവശ്യം ഉണ്ടാവും. പിന്നെ നമ്മളൊരു നേന്ത്രപ്പഴം നമ്മൾ എടുത്തിട്ടുണ്ട്. ആ നേന്ത്രപ്പഴം നമ്മൾ പഴംപൊരിക്ക് വേണ്ടിയിട്ട്, പഴം ഫ്രൈ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുമല്ലോ, അതേപോലെ അരിഞ്ഞെടുക്കുക. അതിൻ്റെ നടുക്കുള്ള കുരുകളുണ്ടല്ലോ, ചെറിയ ചെറിയ കറുത്ത കുരുകളുണ്ടാവും, അതൊന്ന് ഒഴിവാക്കുക. അത് ഫ്രൂട്ട് സലാഡിലേക്ക് ഇടരുത്. അത് ഇട്ടാൽ ചിലപ്പോൾ കഴിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കിയിട്ട് ഒരു 2 പഴം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 15 ഫ്രൂട്ട് സലാഡ് അടിക്കുന്നതിലേക്ക് പകുതി ആപ്പിള്, പൈനാപ്പിള്, അതിൻ്റെ കൂടെ 2 നേന്ത്രപ്പഴം എടുക്കുമ്പോഴും പൈനാപ്പിൾ എടുക്കുമ്പോഴൊക്കെ ഒരു മീഡിയം പൊഴുപ്പിൽ എടുക്കുക കേട്ടോ. പക്ഷേ നേന്ത്രപ്പഴം പറ്റ പൊഴുപ്പ് കുറഞ്ഞെടുക്കരുത്, അപ്പോൾ ചവർപ്പായിരിക്കും. ഒരു മീഡിയം പൊഴുപ്പ്, കൂടുകയും ചെയ്യരുത് കുറയും ചെയ്യരുത്. പൈനാപ്പിളും അതുപോലെ തന്നെ. എൻ്റെ പൈനാപ്പിൾ കുറച്ച് പൊഴുപ്പ് ഏറിപ്പോയി, അത്ര പൊഴുപ്പും പാടില്ല. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഈ പൊഴുത്ത ഫ്രൂട്ടിൽ, അതായത് പൈനാപ്പിൾ പൊഴുത്തതാണ് എന്നുണ്ടെങ്കിൽ അതിന് നീര് കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ നേന്ത്രപ്പഴം കൂടുതൽ പൊഴുത്താൽ അത് ചതഞ്ഞു പോകും. ഇനി അതുപോലെ തന്നെ മാംഗോ, കറുമത്തി, ഇതൊക്കെ ഇടാം. ഞാനിവിടെ മാംഗോ ആണ് എടുത്തിട്ടുള്ളത്. മാംഗോ ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം പൊഴുപ്പ് എടുക്കുക. ഇതും എൻ്റേത് കുറച്ച് പൊഴുപ്പ് ഏറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് പൊഴുപ്പ് കുറഞ്ഞ ഫ്രൂട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ കഴിയും. നല്ല ചുറുക്കിൽ ഉള്ള ഫ്രൂട്ട് സലാഡ് തന്നെ ആയിരിക്കും, നല്ല രുചിയും ഉണ്ടാവും. ഒരു മാംഗോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ 2 ആപ്പിളാണ് ഇടുന്നത്. 15 ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിലേക്ക് 2 ആപ്പിൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആപ്പിൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആപ്പിൾ തന്നെ എടുത്തോളൂ, കാരണം 2 എണ്ണമൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കേടൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഇല്ല, അത്യാവശ്യം മൊഞ്ചുള്ളൊരു ആപ്പിൾ തന്നെ എടുത്തോളൂ. അത്യാവശ്യം കളറൊക്കെ ഉള്ള, കാരണം ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്ന ഒരു കളർഫുള്ളായിരിക്കുമ്പോൾ അത് കാണാനൊരു മൊഞ്ചായിരിക്കും. അപ്പോൾ ആപ്പിൾ അരിയുന്ന സമയത്ത് ഞാൻ ഈ ചെയ്യുന്ന രൂപത്തിൽ അരിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആപ്പിൾ പീസുകളാക്കി എടുക്കാൻ സാധിക്കും. ഇതേപോലെ ലെയറുകളായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് അത് വീണ്ടും ലെയറുകളായിട്ട് കട്ട് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് സ്ക്വയർ പീസാക്കിയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. മറ്റേത് നമ്മൾ ഒരുപാട് നേരം ബുദ്ധിമുട്ടേണ്ടി വരും. സാധാരണ നമ്മൾ ആപ്പിൾ ചെത്തുന്ന രൂപത്തിലാവുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രൂട്ട് സലാഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട് സലാഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ സീഡ്ലെസ് മുന്തിരി, ബ്ലാക്ക് മുന്തിരി ആണെങ്കിൽ അത്രയും ബെറ്ററാണ്. ബ്ലാക്ക് മുന്തിരി ഇപ്പോൾ വിപണിയിൽ ഇല്ലാത്തത് കൊണ്ട്, മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ട് പച്ചമുന്തിരിയാണ് യൂസ് ചെയ്യുന്നത്. സീഡ്ലെസ് ആണ്. അപ്പോൾ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നല്ല ഫ്രൂട്ടുകൾ, കൊറോണ സമയമാണ്, നോക്കിയും കണ്ടും വാങ്ങുക. സോപ്പിട്ട് കഴുകാൻ പറ്റുന്നവർക്ക് സോപ്പിട്ട് കഴുകുക. ഇനി ഈ 15 ഫ്രൂട്ട് സലാഡിലേക്ക് ഞാൻ 1 അനാറാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കളറുള്ള അനാറ് തന്നെയാണ്. അനാറിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഫ്രൂട്ട് സലാഡിൽ അനാർ ഉപയോഗിക്കുന്നത് കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം അതിന് കുരു ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഫ്രൂട്ട് സലാഡിൽ അനാറിട്ടാൽ
അത് നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ ഒന്നൊക്കെ ഇട്ടാൽ മതിയാവും. 15 ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിലേക്ക് ഒരു അനാറൊക്കെ ഇട്ടാൽ ധാരാളമാണ്. ഇനി അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ഇടുന്നുണ്ട്. അണ്ടിപ്പരിപ്പ്, ബദാം, ഇത് ചെറിയ പീസുകളാക്കിയിട്ട് അതാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ തേൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക. കാരണം ഫ്രൂട്ടിൻ്റെ ജ്യൂസിൻ്റെ കൂടെ തേൻ മിക്സായിട്ട് വരുമ്പോൾ ഒരു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഷുഗർ പൗഡറാണ്. ഷുഗർ വാട്ടർ നമ്മൾ ഫ്രൂട്ട് സലാഡിലേക്ക് യൂസ് ചെയ്യരുത്. ഷുഗർ പാൻ നമ്മൾ യൂസ് ചെയ്യരുത്. അത് കൂടുതൽ വെള്ളം ഫ്രൂട്ട് സലാഡിൽ ഉണ്ടാവാൻ കാരണമാവും. പിന്നെ ഒരു മീഡിയം ലെവലിലുള്ളൊരു മിൽക്ക് മേഡ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഇല്ല, ഹെവി ക്വാളിറ്റി ഒന്നും ആവശ്യമില്ല. അത് അത്യാവശ്യം ഒഴിച്ചു കൊടുത്തോളൂ. ഞാൻ അമൂലിൻ്റെ മിൽക്ക് മേഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് പൂർണ്ണമായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് നമ്മൾ ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ശക്തിയായിട്ട് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് മിക്സ് ചെയ്യരുത്. അടിയിലൂടെ കോരിയെടുത്ത് മാത്രം മിക്സ് ചെയ്യുക. കാരണം ഷുഗർ പൗഡറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിച്ചാപ്പൊളി ഫ്രൂട്ട് സലാഡ്, നല്ല മൊഞ്ചുള്ള നല്ല മിക്സ് കളറുകളുള്ള നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകും. കാരണം ഹണി അതുപോലെ തന്നെ മിക്സ്ഡ് ഫ്രൂട്ട്, നല്ല കോംബോ ആയിട്ടുള്ള ഫ്രൂട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഷുഗർ പൗഡറാണ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ നമുക്കൊരു ചെറിയൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീം മെൽറ്റ് ആയി പോയിട്ടുണ്ട്. കാരണം നമ്മുടെ കേരള KSEB ആണ്. കറണ്ട് ബില്ല് കൂടുതലാണ് എന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് കറണ്ട് കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല. അപ്പോൾ ഐസ്ക്രീം കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട്. എങ്കിലും നല്ല മൊഞ്ചനായിട്ട് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്ക്. ഞാനെന്നും ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ എംജെ.